ഇപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഓട്ടോ ഇൻഡസ്ട്രിയെ കുറിച്ചാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അതാണ് ഞാൻ സെയിൽസ് ആൻഡ് പ്രോസസ്. അപ്പം നമുക്കറിയാം, സെയിൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യം സെയിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ 3 സെക്ഷനുണ്ട്: പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്. അതിൽ സെയിൽസിൻ്റെ ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. സെയിൽസ് എന്ന് പറയുമ്പോൾ കസ്റ്റമൈസ് അപ്പിയറൻസ്, ബാക്കിയുള്ളവരെ വണ്ടിയിൽ നിന്ന് കുറച്ചെങ്കിലും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഒരു യൂണീക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അവർ മെയിനായിട്ട് കസ്റ്റമൈസ് ചെയ്യണം. പിന്നെ 4ാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുതിയ പുതിയ വണ്ടികൾ ഉണ്ടാക്കാനൊക്കെ എന്തോന്നാണ് സഹായിക്കുന്നതാണ് ഈ ഓട്ടോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോ ഇൻഡസ്ട്രിയിൽ ഞാൻ പറഞ്ഞ പ്രധാനമായിട്ട് നമുക്ക് കുറിച്ചുള്ള ഇതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്ന ഡ്രൈവ് ഇൻ ദി ഫ്യൂച്ചർ ഓഫ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എത്രയെന്ന് പറഞ്ഞാൽ 93.9 മില്യൺ വണ്ടികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഏറെക്കുറെ 75. ഇതൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് അവരുടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിന്നെ അവരുടെ നീഡ്സും വാണ്ട്സൊക്കെ അറിഞ്ഞിട്ട് അത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് അതൊരു പ്രോപ്പർ വെഹിക്കിൾ സെയിൽ ആവുന്നത്. വേണ്ടിയായിട്ടാണ് ഇത് മെയിനായിട്ട് ആളുകൾ ഇൻബിൽഡ് ചെയ്യണം. ഇൻബിൽഡ് അല്ല, ഫിറ്റ്മെന്റ് ചെയ്യണം. 2